കുടിവെള്ള പദ്ധതി പണി പൂർത്തീകരിച്ചിട്ടും കെ.എസ്.ഇ.ബി. കണക്ഷൻ നൽകുന്നില്ല. കിഴക്കഞ്ചേരി, കൊട്ടടി, കൊടുമ്പാല, പാറച്ചാട്ടം പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് കുടിവെള്ളം മുട്ടിയതിനെ തുടർന്ന് ദുരിതത്തിലായത്. വിഷയത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് ആദിവാസികൾ കെ.എസ്.ഇ.ബി. ഓഫീസ് ഉപരോധിച്ചു. കുളിക്കാൻ വെള്ളമില്ല, തിരുമ്പാൻ വെള്ളമില്ല, ഒന്നിനും ഞങ്ങൾക്ക് വെള്ളമില്ല. ഞങ്ങൾ അടുത്ത വീട്ടിൽ പോയി ഓരോടം വെള്ളം ഞങ്ങൾക്ക് കൊണ്ടുവരുന്നത്, അതും കൂടി അവർക്ക് തരില്ല. 6 മണി കഴിഞ്ഞ് ഞങ്ങൾ വെള്ളം എടുക്കാൻ അയക്കില്ല. മനസ്സിലായിട്ടുണ്ടോ? ഇവരെന്തുകൊണ്ട് ഞങ്ങൾക്ക് കറണ്ട് തന്നൂടെ? അത് ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ. ഇഷ്ടമാതിരി കൊട്ടടി വെള്ളമുണ്ട്. സാറൊന്ന് വന്ന് നോക്ക്, വെള്ളം എത്ര ഉണ്ടോ ഇല്ലയോ നോക്ക്. എന്താ ഞങ്ങൾക്ക് വെള്ളം തരില്ല, ഞങ്ങൾ ഇവിടെ പോകില്ല, അത്ര തന്നെ. കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന കിഴക്കഞ്ചേരി, കൊട്ടടി, കൊടുമ്പാല, പാറച്ചാട്ടം പ്രദേശത്തുകാർക്കായി പഞ്ചായത്ത് ഇടപെട്ടാണ് വാട്ടർ അതോറിറ്റിയുടെ സഹകരണത്തോടെ കുഴൽക്കിണർ നിർമ്മിക്കുകയും മോട്ടോർ ഷെഡ് സംവിധാനം ഒരുക്കുകയും ചെയ്തത്. എന്നാൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും കെ.എസ്.ഇ.ബി. കണക്ഷൻ നൽകുന്നില്ലെന്നും ഓരോ തവണ പരാതിപ്പെടുമ്പോഴും പല കാരണങ്ങൾ പറഞ്ഞൊഴിവാക്കുകയാണെന്നും ആരോപിച്ചാണ് ആദിവാസി കുടുംബങ്ങൾ പ്രതിഷേധവുമായി കെ.എസ്.ഇ.ബി. ഓഫീസിലെത്തിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത്. 2 വർഷമായി ഇപ്പോൾ വെള്ളമില്ലാണ്ട്, എന്നിട്ട് ഇപ്പോൾ നല്ല കഞ്ഞിലേക്കെല്ലാം വെള്ളമില്ലാണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നാളെ ഞങ്ങൾ കെ.എസ്.ഇ.ബി. ഇറക്കി വിടാം, സംശയം വേണ്ട. ഇവിടെ നാളെ കടിച്ചിപ്പുര നാട്ടിലെ മുഴുവൻ ആൾക്കാരെയാണ് ഇവിടെ കടിച്ചിപ്പുരത, കൊടുമ്പാല, വെള്ളിക്കുളമ്പ്, വാൽക്കുളമ്പ്, ലെവണപ്പാടം, ഈ പ്രദേശത്ത് നിന്ന് ഒരു തുള്ളി വെള്ളമില്ല. അതിനുവേണ്ടി അടിച്ച ബോർവെല്ലാണ് ഈ ബോർവെല്ല്. അത് നിങ്ങളുടെ മിനിമം പറയും. കെ.ഇ.യുടെ പുതിയ നിയമം, എ.എസ്.സിയുടെ നിയമം. എ.എസ്.സി പറയാം സാർ, എന്താ പറഞ്ഞറിയോ? നിങ്ങൾ കെ.എസ്.ഇ.ബിയുടെ ലൈൻ മുതൽ ബോർവെൽ അടിക്കുക. എന്താ അവരോട് നമ്മൾ പറയുന്നത്? സാറിന് വെള്ളം അടിക്കാൻ പറ്റുള്ളൂ, ബോർവെൽ അടിക്കാൻ പറ്റുള്ളൂ സാറേ. അവർ പറഞ്ഞ മറുപടിയാണ് അവിടെ പോയിട്ട്. ആ നാട്ടുകാർ കേട്ടതാണ്. ഇതാണ് കെ.എസ്.സിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ വിവരവും വിദ്യാഭ്യാസവും. അവർ വിവരം വിദ്യാഭ്യാസം പിന്നെ എ.എസ്.സിയുടെ അത്രേ. എന്നോട് പറഞ്ഞാൽ എനിക്കൊരു ഉത്തരവാദിത്വമില്ല, ഇതെല്ലാം എയുടെ കളിയാണ് അവരെന്നോട് പറഞ്ഞത്. തുടർന്ന് ഓഫീസിനുള്ളിൽ കയറിയും കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. പിന്നാലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എത്തി പ്രവർത്തകരുമായി വാക്കേറ്റമായി. പഞ്ചായത്ത് റോഡിന് ഇരുവശങ്ങളിലായാണ് മോട്ടോർ ഷെഡും കുഴൽക്കിണറും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് വൈദ്യുതി നൽകാനുള്ള നിയമ തടസ്സങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് കെ.എസ്.ഇ.ബി. അധികൃതർ പറയുന്നത്. എന്നാൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഒരിക്കൽ കൂടി ചർച്ച ചെയ്ത് സുരക്ഷാ നടപടികൾ പാലിച്ചുകൊണ്ട് മാത്രമേ വൈദ്യുതി നൽകാനാവൂ എന്നാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുന്നത്. പ്രതിഷേധം കനത്തതോടെ കെ.എസ്.ഇ.ബി. അധികൃതർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ഇലക്ട്രിക് വർക്കുകൾ ചെയ്യാമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ കണക്ഷൻ നൽകാനുള്ള സംവിധാനം ചെയ്യാമെന്നുമുള്ള ഉറപ്പിന്മേലാണ് പ്രവർത്തകർ വൈകുന്നേരത്തോടുകൂടി പിരിഞ്ഞുപോയത്. വാട്ടർ അതോറിറ്റിയോട് പഞ്ചായത്ത് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൊട്ടടിയിൽ പുതിയൊരു ബോർവെൽ അടിച്ചിരുന്നു. ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാനം കണ്ടെത്തി തന്ന സ്ഥലത്താണ് ബോർവെൽ അടിച്ചിരിക്കുന്നത്. അവിടെ ധാരാളം വെള്ളമുണ്ട്. അവിടെ പുതിയ മോട്ടോർ ഷെഡ് കെട്ടി വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനുള്ള കാലതാമസമാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഇത്രയും വലിയ രൂക്ഷമായ പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുള്ളത്. വാട്ടർ അതോറിറ്റിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരും കെ.എസ്.ഇ.ബിയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കൂട്ടായി ചർച്ച ചെയ്ത് അടിയന്തരമായി അതിന് പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇന്ന് തന്നെ വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകാനാണ് ബന്ധപ്പെട്ട രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രതിഷേധം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വളരെ ഗൗരവമായി കാണണമെന്നാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.